സപ്ലൈകോ തകർന്നു. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. കോടികളാണ് കൊടുക്കാനുള്ളത്. 12 മാസമായി ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം വിലക്കയറ്റത്തിൽ. ആ വിലക്കയറ്റം താഴെ കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു? ഗവൺമെന്റ് നിസ്സംഗരാണ്. പ്രചരണം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, വ്യാപകമായ പ്രചരണമാണ്. കോടാനുകോടി രൂപ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെയുള്ള പ്രചരണമായിരുന്നു. കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലാതെയുള്ള പ്രചരണമാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഗവൺമെന്റ് നടത്തിയത്. മുഴുവൻ കള്ളപ്രചരണങ്ങളാണ്. 1,10,000 കോടി രൂപ കിഫ്ബിക്ക് ചെലവാക്കിയെന്നാണ് കള്ളപ്രചരണം. 38,000 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. അതിന് 30,000 കോടി രൂപ നികുതി വരുമാനത്തിൽ നിന്ന് എടുത്താണ് ചെലവാക്കിയിരിക്കുന്നത്. എന്താ വ്യത്യാസം? ബാക്കി 8,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. ആ കടവും കടമെടുപ്പിന്റെ പരിധിയിൽ വരും. അതിപ്പോ ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും ഈ 30,000 കോടി രൂപ നികുതിയിൽ നിന്ന് PWDക്കും ഇറിഗേഷനും ഒക്കെ ചെലവാക്കാമായിരുന്നു. എന്തു വ്യത്യാസമാണ്? 1,10,000 കോടി രൂപ എന്ന് കള്ളം പറഞ്ഞിരിക്കുകയാണ്. ആകെ ചെലവാക്കിയിരിക്കുന്നത് 2018 വന്നാണ് കിഫ്ബി. എന്നിട്ട് നുണപ്രചരണമാണ്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് 10 വർഷത്തേക്ക് അന്നം കൊടുത്തു, ഔദാര്യ റേഷൻ കൊടുത്തു. ഏതെങ്കിലും ഗവൺമെന്റ് റേഷൻ മുടക്കിയിട്ടുണ്ടോ കേരളത്തിൽ? ഇവര് ഭരണം കേട്ടാൽ 10 കൊല്ലമായിട്ട് റേഷൻ മുടങ്ങാത്ത ആദ്യത്തെ സർക്കാരാണിതെന്ന് തോന്നുന്നു. റേഷൻ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് ആണ്. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത്. കോൺഗ്രസ് സർക്കാരാണ് നടപ്പാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുവിതരണ സമ്പ്രദായമുള്ള സംസ്ഥാനം കേരളമാണ്. അച്യുതാനന്ദൻ ഭരിച്ചിരുന്നപ്പോഴും റേഷൻ മുടങ്ങിയിട്ടില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും AK ആന്റണി ഭരിച്ചപ്പോഴും അച്യുതമേനോൻ ഭരിച്ചപ്പോഴും ഒന്നും ഇവിടെ റേഷൻ മുടങ്ങിയിട്ടില്ല. പുതിയ അവകാശവാദമാണ്. ഫ്ലെക്സിൽ എഴുതി വെച്ചേക്കാണ്. കേരളം മുഴുവൻ 10 കൊല്ലം അന്നം തന്നു. ഇവര് ഔദാര്യമുള്ള അന്നം കൊടുത്തത്. ഇതുപോലത്തെ കള്ളപ്രചരണമാണ്. റേഷൻ എന്നാ മുടങ്ങിയിട്ടുള്ളത്? ഒരു കാലത്തും മുടങ്ങിയിട്ടില്ല. ഞാൻ എല്ലാം പറയുന്നില്ല. ഇതുപോലെ വ്യാപകമായ കള്ളപ്രചരണം നടത്തി ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ ഇപ്പോ കണ്ടില്ലേ? തിരുവനന്തപുരത്ത് ബന്ധുക്കൾ പരാതി പറയാണ്. അവിടെ തീപിടുത്തം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് 5 പേര് മരിച്ചതെന്ന്. എനിക്കറിയില്ല സത്യാവസ്ഥ. പക്ഷെ ഗൌരവതരമായ അന്വേഷണം നടത്തണം. മരിച്ചുപോയവരുടെ ബന്ധുക്കൾ പരാതി പറഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മളത് പറയുമ്പോൾ ജനങ്ങള് പറയാണ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് പറയാണ്. അതേ സ്ഥിതിയിൽ ആരോഗ്യ കേരളത്തെ മാറ്റി. എല്ലാ രംഗത്തും തികഞ്ഞ പരാജയമാണ്. മുഖ്യമന്ത്രി എന്നിട്ട് PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. അത് ഞങ്ങൾ പൊളിച്ചു കാട്ടി തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം വേണ്ട. അതേപോലെ തന്നെ ഈ 2006-ലും 2011-ലും ഇടതുമുന്നണിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ പടം വെച്ച് പോസ്റ്റർ അടിക്കുന്ന പരിപാടി. അത് UDF-ൽ ഇപ്പോൾ വന്നേക്കണേണ്. ചില കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പടം വെച്ച്, പ്രത്യേകിച്ചും KC വേണുഗോപാലിന്റെയൊക്കെ പടം വെച്ച് പോസ്റ്റർ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിരുന്നു. അവരെല്ലാം കോൺഗ്രസ് നേതാക്കളല്ലേ. അവരുടെ പേരിൽ പടം വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. ഏത് കോൺഗ്രസ് നേതാവിന്റെ പേരിൽ പടം വെച്ചാലും ഒരു തെറ്റുമില്ല. ആര് വന്നാലും കുഴപ്പമില്ല. മുൻപ് ഒരു നേതാവിന് മാത്രം അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെയല്ലേ കോൺഗ്രസിൽ വലിയ ടീമുണ്ട്. നിങ്ങൾ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കണ്ട. ഒരു കുഴപ്പമില്ല. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യമൊക്കെ വളരെ ക്ലിയർ ആണ്. ഇതിപ്പോ CPM-ന്റെ ഒരു നറേറ്റീവാണ്. കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന്. ഒരു കുഴപ്പമില്ല. ഞാനും KC വേണുഗോപാലും തമ്മിൽ കൊച്ചി സീറ്റിന്റെ പേരിൽ അടി നടന്നു. ഞാൻ പറഞ്ഞല്ലോ, വലിയ വാർത്തയായിരുന്നു. എന്നോട് KC വേണുഗോപാലാണ് പറഞ്ഞത്, ഇടാ ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വാർത്ത ഇടാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ വാർത്ത കണ്ട് ചിരിക്കുകയായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഇറങ്ങിപ്പോയി ആ യോഗത്തിൽ നിന്ന്. ഇടയ്ക്ക് യൂറിനലൊക്കെ പോകണ്ടേ? അല്ലല്ല, യോഗത്തിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഇറങ്ങിപ്പോയി ഞങ്ങൾ എല്ലാവരും. പക്ഷെ പുറത്തുനിന്ന് പോയി ചായ കഴിക്കാൻ പോയി, മറ്റേ വാഷ്റൂമിൽ പോയി ഒരുപാട്. പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞപ്പോ പോയി, കേൾക്കി ഉറക്കം വന്നപ്പോ പോയി മുഖം കഴുകാൻ പോയി. ഇങ്ങനെ എത്ര പ്രാവശ്യം പോയി. നിങ്ങളൊക്കെ വ്യാജ വാർത്തകളാണ് ഉണ്ടാക്കുന്നത്. വ്യാജ വാർത്ത അല്ലെന്നേ പല സ്ഥാനാർത്ഥികളുടെയും കാര്യത്തില് ഞങ്ങള് ഡിബേറ്റ് ചെയ്ത് കാണും. വേണ്ടേ? ജനാധിപത്യ പാർട്ടിയാണ്. പിണറായി വിജയൻ വരുന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ലിസ്റ്റ് എടുത്ത് വായിക്കുമ്പോൾ അത് കൈയടിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ചും വിശദമായ ചർച്ച ഞങ്ങൾ നടത്തിയിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന് ഒരു സ്ഥാനാർത്ഥിയുടെ മെറിറ്റ്, ഡിമെറിറ്റ്, മറ്റ് സ്ഥാനാർത്ഥിയുടെ ആര് നിന്നാലാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ വിശദമായ ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ CPM-ന്റെ സ്ഥാനാർത്ഥികളെ പലരും തീരുമാനിച്ചിട്ടില്ലല്ലോ. NDAയുടെ സ്ഥാനാർത്ഥികൾ പലരും പുറത്തു വന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ 140 സ്ഥാനാർത്ഥികളും പ്രചരണം തുടങ്ങിയിട്ട് എത്ര സമയമായി കാണാനില്ലല്ലോ. ഇന്നലെ G. സുധാകരനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തെ പലതവണ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിരുന്നു, അദ്ദേഹത്തെ വിളിച്ച് കിട്ടിയില്ല. പക്ഷേ G. സുധാകരൻ ഇന്ന് അത് നിഷേധിച്ചു, വിളിച്ചില്ല എന്ന് പറഞ്ഞു. കാരണം അങ്ങയുടെ പാർട്ടിയോട് പിന്തുണയ്ക്കുന്ന ഒരു നേതാവായിട്ട് പാട് മത്സരിക്കുകയാണ്. അപ്പൊ എന്താണ് ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുള്ളൂ. G. സുധാകരന് ഒരു നുണയും പറയില്ല. ഞാൻ അദ്ദേഹം CPM നേതാവായിരിക്കുമ്പോൾ പോലും
ഞാനന്ന് ഏറ്റവും കൂടുതൽ മന്ത്രിമാർക്കെതിരായി അഴിമതിയാരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തെ MLA 2006 തൊട്ട് 2011 വരെ. അന്ന് മന്ത്രിമാരെ നമ്മൾ ആക്രമിക്കുന്ന സമയത്തും ഈ മനുഷ്യനെ കുറിച്ച് ആദരവോടുകൂടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. നിയമസഭയിലെ റെക്കോർഡിൽ കിടക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചത് 2008 2009 ഈ ജി സുധാകരനെ കുറിച്ച്. നീതിമാനായ ഭരണാധികാരിയായിരുന്നു. നീതിമാനായ ഭരണാധികാരി. 1000 കോടി കിട്ടിയാൽ 140 MLA-മാർക്ക് വീതം വയ്ക്കും. ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ നേരെ ഏതാണ് നെറി ഏതാണെന്ന് നോക്കിയിട്ട് തീരുമാനമെടുക്കും. അങ്ങനത്തെ ആളാണെന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിയമസഭയിൽ വേറൊരു മന്ത്രിയെക്കുറിച്ച് എനിക്ക് ഇതുവരെ പറയാൻ, LDF മന്ത്രിയെക്കുറിച്ച് പറയാൻ, CPM മന്ത്രിയെക്കുറിച്ച് പറയാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും ആദരവുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞതേ വിശ്വസിക്കുള്ളൂ. UDF-ന് ഒരു ബാധ്യതയാകുമോ ഭാവിയിൽ? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാന്നേ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അദ്ദേഹം ഒരു നിലപാടെടുത്ത് നീങ്ങും. ഞങ്ങൾ രാഷ്ട്രീയമായ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതിൽ ഒരു ആരിഫ് അടക്കം പറയുന്നു അത് മുൻകൂട്ട് ജി സുധാകരൻ പ്ലാൻ ചെയ്തു പോയതാണ്, UDF നേതാക്കളുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു എന്നെല്ലാം. അങ്ങനെ വല്ലതൊക്കെ നടന്നിട്ടുണ്ടോ? അതൊന്നുമല്ല. അത് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അപ്പത്തുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന് കാലിന് ഒരു പരിക്ക് പറ്റി കിടന്ന സമയത്ത് ഞാൻ തന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അത് ഞങ്ങളിപ്പോൾ ആലപ്പുഴ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും. അതൊരു ബന്ധമാണ്. നല്ല ബന്ധമാണ് അദ്ദേഹമായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പന്നിയൻ രവീന്ദ്രൻ എനിക്കെതിരെ 2011 മത്സരിച്ച ഞാനും അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണ്. ഭയങ്കര സ്നേഹബന്ധവും വലിയ ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങളിവിടെ മത്സരിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ടൊരു വാക്കുപോലും പറഞ്ഞില്ല രണ്ടുപേരും. ആ സൗഹൃദം ഞങ്ങളിപ്പോഴും പുലർത്തുന്നത് ഒരുപാട് ആളുകളുമായിട്ട്. അതുപോലെ ആദരവോടുകൂടി ബഹുമാനം നമ്മൾ ഉള്ള ഒരാളാണ് ജി സുധാകരൻ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്കുപോലും. തളിപ്പറമ്പ് സീറ്റിലും ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തത് മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കഴിഞ്ഞ വലിയ വിവാദമായിരുന്നു പാർട്ടി സെക്രട്ടേറിയറ്റ്. അല്ല, CPM-ന്റെ മെറിറ്റ് എന്താണെന്ന് മനസ്സിലായില്ല. CPM-ന്റെ മെറിറ്റ് എന്താണെന്ന് ആ പാർട്ടി നേതാക്കന്മാർ തന്നെ പറഞ്ഞല്ലോ. ആ തളിപ്പറമ്പിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. 25 കൊല്ലം അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഇപ്പൊ ജില്ലാ സെക്രട്ടേറിയറ്റിലെ നമ്പർ 1 ആണ്. അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അല്ലേ. അവരാണ് ആന്തൂരിലെ ഷാജന്റെ ആത്മഹത്യക്ക് പിന്നിൽ പ്രേരണയായി നിന്നത് അവരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവരുടെ അർഹത എന്ന് പറയുന്നത് അത് CPM ആണ് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അത് അവരുടെ ഇഷ്ടം. ഞങ്ങൾ അതിനകത്തൊന്നും ഇടപെടില്ല. പക്ഷേ പാർട്ടിക്കകത്താണ് എതിർപ്പ്. പാർട്ടിക്കകത്താണ് അതിശക്തമായ എതിർപ്പുള്ളത് സ്ഥാനാർത്ഥികളെ. ഇപ്പൊ AM ഷംസീറിന് തലശ്ശേരിയിൽ സീറ്റില്ല, അദ്ദേഹത്തിന് ഇത് കൊടുത്തില്ല, വേറെ ചിലർക്ക് കൊടുത്തു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളൊന്നും അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ല. അവരുടെ പാർട്ടി അവർക്ക് ഇഷ്ടമുള്ളവർക്ക് സീറ്റ് കൊടുത്തു. ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സീറ്റ് കൊടുക്കും. അതിലിടപെടാൻ നിൽക്കേണ്ട ആരും. അത്ര ഞാൻ പറയുന്നില്ല. നീ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. നീ രാവിലെ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എന്തോ പരിപാടിയായിട്ട് ഇന്ന് രാവിലെ. നീ ഇവിടം വരെ എറണാകുളത്തൊന്നും വരില്ല എനിക്കറിയാം. ഞാൻ സേതി പറഞ്ഞാ കളിയാക്കി പറഞ്ഞല്ല. ഇന്നലെ സാറിന്റെ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാം സർക്കാർ അതെ നിങ്ങളെ അദ്ദേഹം വളരെ ക്ലാരിഫൈ ചെയ്ത് അത് പറഞ്ഞിട്ടുണ്ട്. വളരെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഇടയിൽ ഉണ്ടായ ഒരു സാധനം എടുത്ത് അതിന്ന് അദ്ദേഹം നന്നായിട്ട് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലാരിഫൈ ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 100-ലധികം സീറ്റുമായി വരും എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ അവകാശവാദം 100% ശരിയാണ്. പ്രതിപക്ഷ നേതാവ് സതീശന് തെറ്റാറില്ല എന്നാണ് പറഞ്ഞത്. കണക്കുകൂട്ടല് അദ്ദേഹത്തിന്റെ തെറ്റാറില്ല എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, നീ തൃക്കാക്കരയിലും അതുപോലെ പുതുപ്പള്ളിയിലും പാലക്കാടും നിലമ്പൂരും പാർലമെന്റ് ഇലക്ഷനൊക്കെ നിന്റെ കണക്ക് കറക്റ്റായിരുന്നു. അത് എന്നോടും എപ്പോഴും പറയാറില്ല. അതാണ് എന്റെ കണക്ക് കൂട്ടൽ 100-ലധികം സീറ്റുമായി വരും എന്നുള്ള സതീശന്റെ കണക്ക് തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ വെറുതെ നിങ്ങൾ പോയി കൺഫ്യൂഷൻ ആക്കായിരുന്ന മതി. അല്ല, അതൊക്കെ അവരെല്ലാം പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവരല്ലേ. അതിൽ പലരും അർഹരായ ആളുകളായിരുന്നു മത്സരിക്കാൻ. പലരും അർഹരായ ആളുകളാണ്. ഞങ്ങളും വിഷമത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികളെ ചിലരെ തീരുമാനിച്ചത്. ഒന്നിലധികം ആളുകൾ വരും. ചിലപ്പോൾ സോഷ്യൽ ബാലൻസിന്റെ പേരിൽ കുറച്ചുകൂടി അർഹതയുള്ളവരെ ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. അവരെ എല്ലാവരെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. അല്ലാതെ അവർ കഴിവില്ലാത്തവരോ കൊള്ളരുതാത്തവരോ അല്ലെ കൊള്ളില്ലാത്തവരോ മത്സരിക്കാൻ പറ്റാത്തവരോ ആയതുകൊണ്ടല്ല അവരെ മാറ്റിയത്. ഒരാളെയല്ലേ നിർത്താൻ പറ്റുള്ളൂ.
ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവാണെന്ന് അതൊക്കെ സ്ഥാനാർത്ഥി ഉണ്ട്. കുറച്ചുകൂടി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ചുകൂടി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. എനിക്കും തൃപ്തിയില്ല ആ കാര്യത്തിൽ. പോരാ, കുറച്ചുകൂടി കൊടുക്കണം. ആലപ്പുഴയിൽ പ്രാദേശിക കോൺഗ്രസിൽ ഭിന്നതയുണ്ട്. അവിടെയൊന്നും ഒരു ഭിന്നതയില്ല. നിങ്ങൾ ഇത് ആരോടെങ്കിലും ചെന്ന് വഴിയിൽ കൂടി പോണ ആരോടെങ്കിലും ചെന്ന് നിങ്ങളിങ്ങനെ മൈക്ക് വെച്ചിട്ട് ചോദിച്ചാൽ അയാളെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ മുഴുവൻ പാർട്ടി സംവിധാനം എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. 48 മണിക്കൂർ എന്തെല്ലാം പണിയാണ് കാണിച്ചത്. മറ്റേ സുധാകരനും അടൂർ പ്രകാശം വെച്ചിട്ട് എന്തോരം പണി. അതെല്ലാം 7 നിലയിൽ പോയില്ലേ, ചീറ്റി പോയില്ലേ. ആരുടെ വിശ്വാസ്യതയാണ് പോയത്? കള്ള വാർത്തകൾ ഉണ്ടാക്കിയ, നുണബോംബുകൾ പൊട്ടിച്ച മാധ്യമങ്ങൾ എല്ലാവരും അല്ല. നുണബോംബുകൾ പൊട്ടിച്ച, മനഃപൂർവ്വം CPM-ന് വേണ്ടി പണിയെടുക്കുന്ന, അവരുടെ നിന്ന് പണം പറ്റിയിട്ട് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങൾ 7 നിലയിൽ അവരുടെ ക്രെഡിബിലിറ്റി പൊട്ടിപ്പോയതാണ് കണ്ടത്. 7 നിലയിൽ ഇപ്പൊ ജനങ്ങൾ ചിരിക്കുകയാണ് എല്ലാവരും വിളിച്ചിട്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതൊന്നും വരില്ല, നിരക്ക് ധാരണ ഉണ്ടാവും എല്ലാത്തിനും. അതൊന്നും ഒരു പ്രശ്നം വരില്ല.